ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ ഇടുക്കി സ്വദേശിയായ സൈനികന് ആദരമൊരുക്കി ഒരു പ്രത്യേക ഗ്രാമസഭ തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ് നാട്. അടിമാലി സ്വദേശിയായ സൈനികൻ അഭിരാം സോമനാണ് പഞ്ചായത്തിലെ 12ാം വാർഡ് ഗ്രാമസഭയിൽ നാട്ടുകാരെല്ലാം ചേർന്ന് അനുമോദനമൊരുക്കിയത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് ഗ്രാമസഭയാണ് വേദി. പതിവ് ഗ്രാമസഭാ ചടങ്ങുകൾക്കൊപ്പം ഗ്രാമസഭാംഗവും നാട്ടുകാരനുമായ സൈനികന് നൽകിയ ആദരം ഗ്രാമസഭയെ കൂടുതൽ അർത്ഥവത്താക്കി. പാകിസ്ഥാന്റെ ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി ഒരുക്കിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ സൈനികൻ അഭിരാം സോമനെയാണ് ആദരിച്ചത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ അഭിരാം സോമനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വളരെ പ്രശ്നങ്ങളായിരുന്നു. അവിടുന്ന് നല്ല രീതിയിലുള്ള അറ്റാക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇവിടെ നല്ല രീതിയിലുള്ള അറ്റാക്ക് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാതില് എനിക്ക് നല്ല അഭിമാനമുണ്ട്. യുദ്ധമുഖത്തെ അനുഭവങ്ങൾ അഭിരാം പങ്കുവച്ചു. ജമ്മു കാശ്മീരിലെ റജോറിയിലാണ് ഇപ്പോൾ സൈനിക സേവനം അനുഷ്ഠിക്കുന്നത്. 8 വർഷം മുൻപാണ് അഭിരാം ഇന്ത്യൻ സേനയുടെ ഭാഗമായത്. അടിമാലി പൊളിഞ്ഞപാലം തെക്കേമുറിയിൽ സോമൻ ഓമന ദമ്പതികളുടെ മകനാണ് ഈ സൈനികൻ. ഗ്രാമപഞ്ചായത്ത് അംഗം കെ രാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന് ഉപഭോക്തൃ കമ്മീഷന്റെ പിഴ. നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിന് കെട്ടിട നമ്പർ അനുവദിക്കാതെ തടഞ്ഞുവെച്ചതിനാണ് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചത്. തൃക്കരിപ്പൂർ ഇളമ്പാച്ചിയിലെ MV ബാലന്റെ പരാതിയിലാണ് ഉപഭോക്തൃ കമ്മീഷന്റെ നമുക്കൊക്കെ ഉപകാരപ്പെട്ടേക്കാവുന്ന തരത്തിലുള്ള വിധി. നികുതി സ്വീകരിക്കുന്ന കെട്ടിടം അനധികൃത നിർമ്മിതി എന്ന് കാട്ടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നമ്പർ നൽകിയിരുന്നില്ല. ഇതിനെതിരെയായിരുന്നു MV ബാലന്റെ നിയമ പോരാട്ടം. റെയിൽവേ ലൈനിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുന്നില്ലെന്ന് കാട്ടിയാണ് പഞ്ചായത്ത് കെട്ടിടത്തിന് നമ്പർ നിഷേധിച്ചത്. സമീപത്തെ മറ്റ് കെട്ടിടങ്ങൾക്കില്ലാത്ത എന്ത് ദൂരപരിധി പ്രശ്നമാണ് തന്റെ കെട്ടിടത്തിന് മാത്രം ബാധകമായത് എന്നതായിരുന്നു ബാലൻ ഉയർത്തിയ പ്രധാന ചോദ്യം. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും തൃക്കരിപ്പൂർ സൗത്ത് വില്ലേജ് ഓഫീസറെയും കക്ഷി ചേർത്ത് ബാലൻ നൽകിയ പരാതിയിൽ അനുകൂല വിധി വന്നു. എൻ്റെ ബിൽഡിങ്ങിന് പഞ്ചായത്ത് നമ്പർ തരാതെ കൊണ്ട് വളരെയധികം വിഷമിച്ചു. അത് ഞാൻ പോരാടി എനിക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ എൻ്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഉപഭോക്തൃ കോടതിയിൽ കൊടുത്തിട്ട് അതിൻ്റെ വിധി വന്നിട്ടുണ്ട്. 5 കൊല്ലം എന്നെ കളിപ്പിച്ചവർ ഇനി കോടതിയിൽ വളരെയധികം ബഹുമാനിക്കുന്നു. കോടതി എനിക്ക് അനുകൂലമായിട്ടാണ് വിധിച്ചത്. 2014 പെർമിറ്റ് അനുവദിച്ച് 2019 നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന് നമ്പർ ലഭിക്കാൻ 5 വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വന്നു. ഉദ്യോഗസ്ഥരുടെ അകാരണമായ പിടിവാശിയാണ് നീതി നിഷേധിക്കാൻ കാരണമായതെന്ന് ബാലൻ പറയുന്നു. കേസുമായി മുന്നോട്ട് പോയപ്പോൾ പിന്തിരിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്ന് ബാലന്റെ ആരോപണം. ഈ പഞ്ചായത്തിലൊരു സ്റ്റാഫ് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായി, ഈ കേസ് കൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകണ്ട, നിങ്ങൾക്കൊന്നും കിട്ടൂല, അത് അവസാനം അങ്ങ് വളരെ കാലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയെങ്കിലേ ഉള്ളൂ, അപ്പം നിങ്ങൾക്ക് നമ്പർ വരെ ക്യാൻസൽ ചെയ്യേണ്ട ചാൻസ് വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തി. ഞാൻ അതെല്ലാം വകവെക്കാതെ ഉണ്ടെൻ്റെ കേസിന് പോയത്. ഒന്നാം കക്ഷിയായ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷം രൂപയ്ക്ക് പുറമെ പരാതി നൽകി നഷ്ടപരിഹാരം നൽകുന്നതുവരെയുള്ള കാലയളവിലേക്ക് 6% പലിശയും 5000 രൂപ കോടതി ചെലവിലേക്കും നൽകണം. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഇടിഞ്ഞു താഴ്ന്ന പാലക്കാട് കൊടുമുണ്ട പാലത്തറ റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം കനത്ത മഴയിൽ വെള്ളമിറങ്ങിയതാണെന്ന് നിഗമനം. മന്ത്രി MB രാജേഷ് സ്ഥലം സന്ദർശിച്ച് തകർച്ച വിലയിരുത്തി. റോഡ് തകർച്ച പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. റോഡ് തകർച്ചയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വസ്തുതകൾ അറിയാതെയാണെന്നും MB രാജേഷ് പ്രതികരിച്ചു. തീരദേശ റോഡ് വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി കൊടുമുണ്ട തീരദേശം വഴി പാലത്തറയിലേക്ക് നിർമ്മിച്ച റോഡാണ് മാസങ്ങൾക്കകം തകർന്നത്. 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതായിരുന്നു റോഡ്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസമായപ്പോഴേക്കും റോഡ് ഇടിഞ്ഞു താഴ്ന്നു. പടിഞ്ഞാറെ കൊടുമുണ്ട ആശാരിപ്പടി ഭാഗത്താണ് റോഡിന്റെ ഒരു ഭാഗം മീറ്ററുകളോളം ഇടിഞ്ഞു താഴ്ന്നത്. നിലവിൽ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഒരു വരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ ആരംഭത്തിൽ തന്നെ വലിയ അഴിമതിയും ക്രമക്കേടും നടന്നതായി ആരോപണമുയർന്നിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മന്ത്രി MB രാജേഷ് സ്ഥലം സന്ദർശിച്ചു. മീറ്ററുകളോളം ഉയരത്തിൽ മണ്ണിട്ട് പൊക്കിയ ഭാഗത്താണ് റോഡ് നിർമ്മിച്ചത്. കനത്ത മഴയിൽ വലിയ തോതിൽ വെള്ളമിറങ്ങിയതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഇവിടെ ഈ റോഡിൻ്റെ മുകളിൽ ചെറിയ തോതിലുള്ള വിള്ളലുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് മണ്ണിട്ടുയർത്തി നിർമ്മിച്ചതാണ്. ഇവിടെ നിന്ന് ഈ ഒരു 10 അടിയോളം മണ്ണ് ഇട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത്. 30 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ കെട്ട്. അപ്പോൾ
അടിയിലൂടെ വെള്ളം ഒഴുകുന്ന ഉണ്ട് എന്നാണ് ഇപ്പോൾ എഞ്ചിനീയർമാർ, ഹാർബറിൻ്റെയും അതുപോലെ തന്നെ PWDയുടെയും എഞ്ചിനീയർമാർ ഒരുമിച്ച് വിടുന്നുണ്ട്. അവർ പറയുന്നത് താഴെ വെള്ളം ഒഴുകുന്നുണ്ട്, മുകളിലാണെങ്കിൽ ജലജീവൻ്റെ പൈപ്പ് ലൈനും അതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അവരുടെ നിഗമനം. കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഏത് സമയവും റോഡ് പൂർണ്ണമായും താഴ്ചയിലേക്ക് ഇടിഞ്ഞു പോകാം. അതുകൊണ്ട് തന്നെ ഏറെ ഭീതിയോടെയാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത്. പ്രവൃത്തി നടക്കുന്ന സമയത്ത് സാങ്കേതിക അനുമതിയിൽ നിർദ്ദേശിക്കപ്പെട്ട പണികളിൽ പകുതിയും ചെയ്തിട്ടില്ലെന്ന് ധനകാര്യവകുപ്പ് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം അവഗണിച്ച് കരാറുകാരന് ബിൽ തുക നൽകിയതിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തിട്ട മണ്ണിടിഞ്ഞ് കൃഷി നശിച്ചു. ഇടുക്കി രാജാക്കാട് മുല്ലക്കാനത്തിന് സമീപമാണ് കൃഷി നശിച്ചത്. കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ സമീപത്തുള്ള വീടുകളും അപകടാവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്നാണ് മുല്ലക്കാനത്തിന് സമീപം മണ്ണിടിഞ്ഞത്. ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് മണ്ണൊലിച്ചുപോയത്. ഇതോടെ മേഖലയിലെ കൃഷി നശിച്ചു. പ്രദേശത്തെ 4 വീടുകളും അപകട ഭീതിയിലാണ്. ഈ മലയോര ഹൈവേയുടെ ഈ നിർമ്മാണ പദ്ധതിയിൽ ഇതുപോലെ മണ്ണ് കൊണ്ട് കൂട്ടിയൊരു സ്ഥലം വേറെ കാണുമെന്ന് പോലും തോന്നുന്നില്ല. അപ്പം ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 100% ഞങ്ങളുടെ ജീവന് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. കൃഷി പോയാൽ പോട്ടെന്ന് നോക്കാൻ പിന്നെ ഉണ്ടാക്കാം, പക്ഷേ ഈ 8 പേരുടെ മരണത്തിന് ഇത് കാരണമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്തൊരവസ്ഥയാണ്. 2021 റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശവാസിയായ ചെറുതാനിക്കൽ ബിബിന്റെ ഭൂമിയിൽ മണ്ണ് നിക്ഷേപിച്ചത്. റോഡ് നിർമ്മാണം പൂർത്തിയാവുന്നതോടെ മണ്ണ് നീക്കം ചെയ്തു നൽകാമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ പിന്നീട് കമ്പനി മണ്ണ് നീക്കം ചെയ്യാൻ തയ്യാറാകാതെ വന്നതോടെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ഉടമ പരാതി നൽകിയിരുന്നു. നാളിതുവരെ വാടകയോ മറ്റ് കാര്യങ്ങളോ ഒന്നും വാങ്ങാതെ റോഡ് പണിയുടെ ഭാഗമായി ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലത്ത് ഇത്രയും ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ മണ്ണിൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുണ്ടായി ഇതിന് വേണ്ട ക്രമീകരണം ചെയ്തു തരണമെന്നാണ് അപേക്ഷിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായതോടെ ബിബിന്റെ 1 ഏക്കറിലധികം കൃഷി നശിച്ചു. വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം പരവൂർ ഭൂതക്കുളത്ത് റോഡിലെ വെള്ളക്കെട്ടുകൊണ്ട് വലഞ്ഞിരിക്കുകയാണ് ജനം. പുത്തൻകുളം 4-ാം വാർഡിലെ റോഡാണ് വെള്ളക്കെട്ടിൽ മുങ്ങിയത്. ഇതുവഴിയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുത്തൻകുളത്തെ IOB അധികാരമുക്ക് റോഡാണിത്. മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. കാലങ്ങളായി ഈ അവസ്ഥ തുടരുകയാണ്. ഇതിനിടെയാണ് റോഡിൽ പൈപ്പ് ലൈനിനായി കുഴിയെടുത്തതും അത് ഇടിഞ്ഞു താഴ്ന്ന് വീണ്ടും പ്രശ്നം രൂക്ഷമായതും. നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ജനപ്രതിനിധികളടക്കം പറയുന്നു. 100 കണക്കിന് ആൾക്കാർ നടന്നു പോണ ഒരു വഴി ഇത് വർഷങ്ങളായി ഇത്രയും നാൾ കടന്നിട്ടില്ല. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ നിലവിൽ ഇവിടെ ഇല്ല, ജനങ്ങളുടെ ഇടയിലില്ല, അവരിവിടെ താമസവുമില്ല. ഈ ജില്ലയിൽ പോലും താമസമില്ലാത്ത ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെതായ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങൾക്കുണ്ട്. മഴക്കാലമായാൽ സമീപ പ്രദേശത്തെ കുടുംബങ്ങളും ഇതുവഴിയുള്ള യാത്രാ ദുരിതം അനുഭവിക്കുകയാണ്. വളരെ പ്രയാസകരമായിട്ടാണ് ഞാൻ വലത് വെച്ച് 4-4.5 കിലോമീറ്റർ നടന്നാണ് ഇപ്പോൾ പോകുന്നത്. ഇതുവഴി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡിലൂടെ നിരന്തരം വാഹനങ്ങൾ പോകുന്നുണ്ട്. അപകട സാധ്യത ഏറെയാണ്. കാൽനട യാത്രക്കാർക്ക് വെള്ളക്കെട്ട് കാരണം എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. ഇനിയും പഞ്ചായത്ത് അനാസ്ഥ തുടർന്നാൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കൊല്ലം. മഴക്കാലം എത്തിയതോടെ ഇടുക്കി മാങ്കുളം മാങ്ങാപ്പാറ കുടി നിവാസികളുടെ യാത്ര മുഴുവൻ അവതാളത്തിലായിരിക്കുകയാണ്. കുടിയിലേക്കുള്ള പാതയിൽ പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാത്തതാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയായിട്ടുള്ളത്. പാലം എന്ന അവിടുത്തുകാരുടെ ആവശ്യം പതിറ്റാണ്ടുകളായി ഉന്നയിക്കുമ്പോഴും അധികൃതർ അതിനുവേണ്ടി യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ആദിവാസി സങ്കേതമായ മാങ്ങാപ്പാറ കുടിയിലെ താമസക്കാരാണ് പ്രതിസന്ധി നേരിടുന്നത്. വഴിമധ്യേയുള്ള പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ചിട്ടില്ല. വേനൽക്കാലത്ത് ജീപ്പുകൾ പുഴയിലൂടെ ഇറങ്ങിയാണ് യാത്ര ചെയ്തിരുന്നത്. മഴക്കാലത്ത് പുഴയിൽ മലവെള്ളം എത്തുന്നതിനാൽ ജീപ്പുകൾ ഇറക്കാൻ കഴിയുന്നില്ല. പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുമെന്ന് ഓരോ വേനൽക്കാലത്തും ജനപ്രതിനിധികളുടെ വാഗ്ദാനമുണ്ടാകും. എന്നാൽ നടപടി ഉണ്ടാകാറില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മഴക്കാലത്ത് ഞങ്ങൾക്ക് പാലം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും നടത്താൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് അത് ഞങ്ങൾ ബാക്കിയുള്ള ആളുകൾ കെട്ടിച്ച് നോക്കുകയാണ്. അതാണ് അതിൻ്റെ ഈ ഉദ്ദേശങ്ങൾ വരുന്നത്. മാങ്ങാപ്പാറയ്ക്ക് വണ്ടിക്ക് കയറി പോകത്തില്ല, പോകത്തുമില്ല. ഈ വെള്ളം കുറയാണ്ട് ഇങ്ങോട്ടും കയറി പോകും. വെള്ളം കുറച്ചാൽ തന്നെ ചപ്പാത്ത നമുക്ക് നന്നാക്കി എടുത്തിട്ട് ശേഷം വണ്ടി കയറും. വാഹനമിറക്കാൻ കഴിയാതായതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങി.
ഏറെ വൃദ്ധജനങ്ങളുള്ള മാങ്ങാപ്പാറക്കുടിയിൽ നിന്ന് രോഗികളെ ആശുപത്രിയിലെത്തിക്കാനാണ് ഏറ്റവും കഷ്ടപ്പാട്. ആനക്കുളത്തെത്തിയാൽ മാത്രമേ ഇവർക്ക് ഇപ്പോൾ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയൂ. റേഷൻ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളും തലച്ചുമടായി വേണം കുടിയിലെത്തിക്കാൻ. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുടങ്ങിയ സാഹചര്യത്തിൽ അടിയന്തരമായി അധികൃതർ ഇടപെടണം എന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 മാങ്കുളം. മഴക്കാഴ്ചകൾ തേടി ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികൾക്കിടയിലും സോഷ്യൽ മീഡിയയിലും തരംഗമായിരിക്കുകയാണ് ശ്രീനാരായണപുരം റിപ്പിൾ വാട്ടർഫോൾസ്. കുതിച്ചെത്തുന്ന ജലപാതത്തിന്റെ ഗാംഭീര്യം പൂർണ്ണതയോടെ ആസ്വദിക്കാൻ കഴിയുമെന്നതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. മൺസൂൺ മഴയുടെ മുഴുവൻ രൗദ്രതയും ഉൾക്കൊണ്ടാണ് മുതിരപ്പുഴ ഒഴുകുന്നത്. കുതിച്ചെത്തുന്ന വെള്ളത്തിന്റെ രൗദ്രത വർദ്ധിപ്പിച്ച് ശ്രീനാരായണപുരം റിപ്പിൾ ഫാൾസും ഒപ്പം ഉയർന്നു പൊങ്ങുന്ന മഞ്ഞിന്റെ ആവരണവും. പുഴയിലേക്ക് ഇറക്കി നിർമ്മിച്ചിരിക്കുന്ന പവലിയൻ ഉള്ളതിനാൽ അപകടരഹിതമായി വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മനോഹര കാഴ്ച ആസ്വദിക്കാം. பார்க்குறதுக்கு நல்லா தான் இருக்குது. இங்கே வந்துட்டு தண்ணி இப்போ அதிகமாக வர்றதுனால கொஞ்சம் ஓரளவுக்கு ரெஃப்ரெஷ்மெண்ட்டாக தெரியுது. எப்போவுமே வந்துட்டு இதே அளவுக்கு தண்ணி இருந்தால் இன்னுം கொஞ்சம் நல்லா இருக்கும். അത് நம்ம കയ്യിലല്ല, നേച്ചർ കയ്യിലായിരിക്കും. ജലപാതങ്ങൾ സജീവമായതോടെ ഓഫ് സീസണിലും വിനോദസഞ്ചാര മേഖല പ്രതീക്ഷയിലാണ്. ഇപ്പം നല്ല തിരക്കാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ വിദേശീയരും സ്വദേശീയരുമായിട്ടുള്ള നിരവധി ഗസ്റ്റുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി ഏകദേശം ഒരു 600-700 വിസിറ്റേഴ്സ് ഇവിടെ എത്തുന്നുണ്ട് നമ്മുടെ ഈ റിപ്പിൾ വാട്ടർഫാൾസ് കാണുന്നതിന് വേണ്ടി തന്നെ. ഇവിടെ ഇപ്പോൾ നിരവധിയായ എല്ലാ ഫെസിലിറ്റിയും നമ്മളിവിടെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ. മൺസൂൺ നേരത്തെ എത്തിയത് ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയായെങ്കിലും മഴക്കാഴ്ചകൾ തേടി സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ വിനോദസഞ്ചാര മേഖല വീണ്ടും സജീവമായി. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം തോട്ടറ പുഞ്ചയിലെ പ്ലാസ്റ്റിക് മാലിന്യ ശുചീകരണവുമായി ക്രിയേറ്റീവ് അരയൻകാവ് എന്ന കൂട്ടായ്മ. തോട്ടറ പുഞ്ചയിൽ അടിഞ്ഞുകൂടിയ ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ മാറ്റിയത്. തോട്ടറ പുഞ്ച മനോഹരമാക്കുന്ന പരിശ്രമത്തിലാണ് അരയങ്കാവിലെ ഒരുപറ്റം യുവാക്കൾ. ക്രിയേറ്റീവ് അരയങ്കാവ് എന്ന കൂട്ടായ്മയാണ് ഈ യജ്ഞത്തിന് പിന്നിൽ. ജില്ലയിലെ തന്നെ പ്രധാന ഗ്രാമീണ ടൂറിസം കേന്ദ്രമായ തോട്ടറ പുഞ്ചയിൽ നൂറുകണക്കിന് സന്ദർശകർ ദിവസവും എത്തുന്നുണ്ട്. ഇവരുൾപ്പെടെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്ന വെള്ളക്കുപ്പികളും സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികളുമടക്കം ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് കുപ്പികൾ നിറഞ്ഞ് ഇവിടെ മാലിന്യ കൂമ്പാരമായി. ഈ സാഹചര്യത്തിലാണ് ക്രിയേറ്റീവ് അരയൻകാവിന്റെ നേതൃത്വത്തിൽ വള്ളങ്ങളിലും കയാക്ക് ബോട്ടുകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു മാറ്റുന്നത്. ആമ്പല്ലൂർ എടക്കാട്ടുവയൽ പഞ്ചായത്ത് അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം എറണാകുളം ജില്ലയുടെ നെല്ലറ കൂടിയാണ്. ഇത് എറണാകുളം ജില്ലയുടെ നെല്ലറ, അതോടൊപ്പം ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ ടൂറിസം, ഗ്രാമീണ ടൂറിസത്തിനായി നിരവധി പേര് എല്ലാ ദിവസങ്ങളിലും എത്തുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വെള്ളം പൊങ്ങിയപ്പോൾ ഇവിടെ വ്യാപകമായ പ്ലാസ്റ്റിക് കുപ്പികൾ പൊങ്ങി, ആയിരക്കണക്കിന് കുപ്പികൾ മൂലം ഇവിടെ ഒരു മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അരയങ്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് അരയങ്കാവിന്റെ നേതൃത്വത്തിൽ പല സാമൂഹിക പ്രവർത്തനങ്ങളും നടത്തുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഇവിടുത്തെ കുപ്പികൾ, ഈ പ്ലാസ്റ്റിക്കും അതോടൊപ്പമുള്ള മാലിന്യങ്ങളും ശേഖരിക്കാൻ ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ശുചീകരണ യജ്ഞത്തിൽ എടക്കാട്ടുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയകുമാർ, ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ്, ക്രിയേറ്റീവ് അരയങ്കാവ് പ്രസിഡന്റ് പൗലോസ് കൃഷ്ണരാജ് തുടങ്ങിയവർ പങ്കാളികളായി. ന്യൂസ് 18 കൊച്ചി. പട്ടാമ്പി നഗരത്തിലെ റോഡുകളിലൂടെയുള്ള യാത്ര നരകതുല്യം എന്നാണ് നാട്ടുകാർ പറയുന്നത്. തകർന്ന് തരിപ്പണമായ റോഡിൽ ബസ്സുകൾ കേടുവന്ന് വഴിയിൽ കിടക്കുന്നതും പതിവായതോടെ നഗരത്തിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. അലക്സ് തിയേറ്ററിന് സമീപം KSRTC ബസ്സും കൽപ്പക ജംഗ്ഷന് സമീപം സ്വകാര്യ ബസ്സുമാണ് ബ്രേക്ക് ഡൌൺ ആയത്. ആംബുലൻസ് ഉൾപ്പെടെ ആ വലിയ ഗതാഗത കുരുക്കിൽ കുടുങ്ങുകയും ചെയ്തു. റോഡ് തകർന്നതുമൂലം ആഴ്ചകളായി പട്ടാമ്പി നഗരത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോരാത്തതിന് കുഴികളിൽ വീണുള്ള അപകടങ്ങൾ വേറെയും. ഇപ്പോൾ കൂനിന്മേൽ കുരു എന്ന പോലെയാണ് പട്ടാമ്പിയിൽ 2 ബസ്സുകൾ കേടുവന്ന് റോഡിൽ നിന്നത്. അലക്സ് തിയേറ്ററിന് സമീപം KSRTC ബസ്സും കൽപ്പക ജംഗ്ഷന് സമീപം സ്വകാര്യ ബസ്സും ബ്രേക്ക് ഡൌണായി വഴിയിൽ നിന്നു. മണിക്കൂറുകളോളം നഗരത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പാലക്കാട് റോഡിലും ഗുരുവായൂർ റോഡിലും കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായി. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിൽ അകപ്പെട്ടു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ KSRTC ബസ് പാതയോരത്തേക്ക് മാറ്റിയിട്ടു. അപ്പോഴേക്കും നഗരം വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വാഹന ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചതോടെ വിദ്യാർത്ഥികളും യാത്രക്കാരും വലഞ്ഞു.
പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ പേര് പറഞ്ഞ് നിലവിൽ തകർന്ന റോഡിൽ അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം. മേലെ പട്ടാമ്പി മുതൽ കൂൾ സിറ്റി ജംഗ്ഷൻ വരെ വലിയ തകർച്ചയാണുള്ളത്. കുഴികളിൽ വീണ വാഹനങ്ങൾ കേടുവരുന്നതായും പരാതി ഉയരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് രോഗികൾ ദുരിതത്തിൽ. 5ാം നിലയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് രോഗികളെ ഇപ്പോൾ ചുമന്നാണ് കയറ്റുന്നത്. അടിയന്തരമായി ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ ഉപരോധ സമരം വരെ സംഘടിപ്പിച്ചു. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ കാഴ്ചയാണിത്. ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിയുന്നവരെയും ഡയാലിസിസിനെത്തുന്നവരെയും ചുമന്നു കയറ്റേണ്ട അവസ്ഥ. രോഗികളെ എത്തിക്കുന്നത് ആശുപത്രിയിലെ 5ാം നിലയിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് പണിമുടക്കുന്ന ആശുപത്രിയിലെ ലിഫ്റ്റ് ശനിയാഴ്ചയാണ് വീണ്ടും പ്രവർത്തനരഹിതമായത്. മിക്ക ദിവസം കേടാ വെച്ചാൽ അത് പിന്നെ എന്ത് പാടോട്ട് ചിലർ പയ്യെ പിടിച്ച് കയറും മുകളിലോട്ടെ. 4ാം നിലയുടെ പൊക്കത്തിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ താഴേന്ന് 1ാം നില തുടങ്ങി കരോട്ടേക്ക് കയറി പോകണ്ടേ. അല്ലാത്തവരൊക്കെ കസാരയിൽ എടുത്ത് മുകളിലോട്ട് കയറ്റി ഒരു പ്രകാരത്തിൽ മുകളിൽ കൊണ്ടുപോയി ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. ചേട്ടനാണെങ്കിൽ ആ നട കയറി വന്നിട്ട് ഹോസ്പിറ്റലായിട്ട് അവിടെ കസാരയിൽ ഇരിക്കുക. നടക്കാൻ പറ്റില്ലാത്ത കസാര ഇരുത്തി മുകളിലോട്ട് കൊണ്ടുപോകും. 4ാം നിലയിൽ 1ാം നിലയിൽ നിന്ന് 4ാം നിലയിൽ ചെല്ലും. ലിഫ്റ്റ് തകരാറിലാകുന്നത് ആശുപത്രിയിലെ സ്ഥിരം സംഭവമാണ്. ലിഫ്റ്റ് തകരാറിലായ കാര്യം ഏജൻസി അറിയിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. സെൻസർ പോയി കിടക്കുന്നതാണ്. അത് മാറ്റി വയ്ക്കാതെ ഏതായാലും വർക്ക് ചെയ്യത്തില്ല. കാരണം അത് വളരെ പഴയൊരു ലിഫ്റ്റാണ്. ഇടയ്ക്ക് ജില്ലാ പഞ്ചായത്ത് കണ്ട് റിനോവേറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് സ്ഥിരം അതിൻ്റെ കംപ്ലൈൻറ്റ് സ്ഥിരം ഉണ്ടാകുന്നുണ്ട്. അടിയന്തരമായി ആൾ സർവീസ് ചെയ്യുന്ന ആൾ വരണ്ടല്ലോ. സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. സ്ഥിരമായിട്ട് ലിഫ്റ്റിന് തകരാറുണ്ടോ? അതിന് ആ ലിഫ്റ്റിന് പഴയ ലിഫ്റ്റിന് സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് ഉള്ളതാണ്. ലിഫ്റ്റ് പണിമുടക്കുന്നത് സ്ഥിരം സംഭവമായതോടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചു. അതേസമയം ലിഫ്റ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ലിഫ്റ്റ് പ്രവർത്തനം ആരംഭിച്ചാലും വൈകാതെ തന്നെ തകരാറിലാകുന്ന അവസ്ഥയാണ് ജില്ലാ ആശുപത്രിയിലുള്ളത്. മുകൾ നിലയിലേക്ക് പോകുവാൻ വിശ്വസിച്ച് ലിഫ്റ്റിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ആശുപത്രിയിലെത്തുന്നവർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. 50ന്റെ നിറവിൽ ആഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇടുക്കി ഇരവികുളം ദേശീയോദ്യാനത്തിന് ഒരു അഭിമാന നേട്ടം കൂടി. രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി ഇരവികുളം ഉദ്യാനത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഏറെ പ്രത്യേകതകളുള്ള ഇരവികുളം ദേശീയോദ്യാനത്തെ അതീവ പരിസ്ഥിതി പ്രാധാന്യത്തോടെയാണ് വനം വകുപ്പ് സംരക്ഷിക്കുന്നത്. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇരവികുളം. ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചതിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് അടുത്തിടെ തുടക്കം കുറിച്ചിരുന്നു. ഇതിനൊപ്പമാണ് ഇപ്പോൾ രാജ്യത്തിന് തന്നെ അഭിമാനമായി ഇരവികുളം ദേശീയോദ്യാനം മാറിയിരിക്കുന്നത്. പല കാലഘട്ടങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള നമ്മളുടെ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇരവികുളത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നാഷണൽ പാർക്ക് എന്ന ഖ്യാതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടത്തുള്ള ഇൻ്റർപ്രിട്ടേഷൻ സെൻ്ററുകളും പിന്നെ ഇവിടെയുള്ള വെർച്വൽ റിയാലിറ്റി പാർക്കും ഓർക്കിഡേറിയവും എല്ലാം നമുക്ക് നമ്മളെ ഈ ഒരു ഇതിലേക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. രാജ്യത്തെ മികച്ച ദേശീയ ഉദ്യാനമായി വെറുതെ തിരഞ്ഞെടുക്കുകയായിരുന്നില്ല. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, വേൾഡ് കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ട് ഏരിയ എന്നിവയുടെ മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കോർ നിശ്ചയിച്ചത്.
32 മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ മൂല്യനിർണ്ണയത്തിൽ 92.97% പോയിന്റ് നേടിയാണ് ഇരവികുളം രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയ ഉദ്യാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 50ാം വാർഷിക ആഘോഷവേളയിൽ ഇരട്ടി മധുരമായി എത്തിയ അംഗീകാരത്തിന്റെ സന്തോഷത്തിലാണ് ഇരവികുളത്തെ കാത്തുപരിപാലിക്കുന്ന ജീവനക്കാരും. ഇരവികുളം നാഷണൽ പാർക്കിന് ഈ ഗുഡ് റേറ്റിംഗ് കിട്ടിയതിൽ ജീവനക്കാർക്ക് അതിയായ സന്തോഷമുണ്ട്. 200ഓളം വരുന്ന ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഗുഡ് റേറ്റിംഗിൽ എത്താൻ പറ്റിയത്. പുൽമേടുകളും ഷോലവനങ്ങളും നിറഞ്ഞ ജൈവവൈവിധ്യത്തിന്റെ കലവറ കൂടിയാണ് ഇരവികുളം. ലോകത്ത് ഏറ്റവും കൂടുതൽ വരയാടുകളെ കാണപ്പെടുന്ന പ്രദേശമെന്ന പ്രത്യേകതയും ഇരവികുളത്തിനുണ്ട്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഉൾപ്പെടെ 20ഓളം കുറിഞ്ഞി ഇനങ്ങളും ഇവിടെ പരിപാലിക്കുന്നുണ്ട്. ന്യൂസ് 18 മൂന്നാർ. പാലക്കാട് ഷൊർണൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടമെന്ന സ്വപ്നം അനന്തമായി നീളുന്നു. ഫണ്ട് അനുവദിച്ച് നടപടികൾ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. പക്ഷേ ആ കാര്യം മാത്രം യാഥാർത്ഥ്യമായില്ല. പരിമിതികൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് നിലവിൽ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ദിവസേന നിരവധി ആളുകൾ എത്തുന്ന ഷൊർണൂർ സബ് രജിസ്ട്രാർ ഓഫീസാണ് വർഷങ്ങളായി പരിമിതികളുടെ നടുവിൽ പ്രവർത്തിക്കുന്നത്. പുതിയ കെട്ടിടത്തിന് അനുമതിയും ഫണ്ടും ലഭ്യമായിട്ടും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടില്ല. 10 പേർ ഒരുമിച്ചെത്തിയാൽ ഇരിക്കാനുള്ള സൗകര്യമില്ല. വരുന്നവർക്ക് വാഹനം നിർത്തിയിടാനും സ്ഥലമില്ല. ആവശ്യത്തിന് ശുചിമുറിയുമില്ല. വർഷങ്ങളായി ഇങ്ങനെ ദുരിതങ്ങൾക്കിടയിലാണ് ഷൊർണൂർ സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓഫീസിന് പുതിയ കെട്ടിടം വേണമെന്നാവശ്യപ്പെട്ട് 2015 നൽകിയ അപേക്ഷയിൽ ഷൊർണൂർ ഫയർ സ്റ്റേഷന് മുൻവശത്തെ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 7 സെന്റ് സ്ഥലം രജിസ്ട്രേഷൻ വകുപ്പിന് വിട്ടുനൽകി. സംസ്ഥാന സർക്കാരിൽ നിന്ന് 2 കോടി രൂപയും കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചു. ആദ്യമൊക്കെ വേഗത്തിൽ നടന്ന നടപടികൾ പിന്നീട് മന്ദഗതിയിലായി. ഏകദേശം 10 വർഷം പിന്നിട്ടിട്ടും ഇതുവരെയായി സബ് രജിസ്ട്രാറുടെ ഒരു പണികളും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഉദ്യോഗസ്ഥരോട് ബന്ധപ്പെടുമ്പോൾ അത് MLA-യുമായി സംസാരിച്ചിട്ടുണ്ട്, MLA പറയും അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് പറയാനല്ലാതെ ഒരു ചെറിയ പ്രൊജക്റ്റ് പോലും നടപ്പിലാക്കാൻ, ഫണ്ട് ഉണ്ടായിട്ട് പോലും നടപ്പിലാക്കാൻ കഴിയാത്തത് ഒരു ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കാരണം ഇത് ജനങ്ങൾ, ഒരുപാട് ആളുകൾ ദിനംപ്രതി വന്നു പോകുന്ന ഒരു ഓഫീസാണ്. ആ ഓഫീസിൽ അംഗപരിമിതർക്ക് പോലും കയറി ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യം, അതുപോലെ തന്നെ ഒരു 5 ആൾക്ക് ഒരുമിച്ച് പോലും ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇത് ജനങ്ങളെ വളരെയധികം ദുരിതത്തിലാക്കുകയാണ്. കഴിഞ്ഞ വർഷം ജീവനക്കാർ പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയെങ്കിലും കെട്ടിടം പൂർത്തിയാക്കാൻ കാലതാമസം ഉണ്ടാകുമെന്ന മറുപടിയാണ് ലഭിച്ചത്. ഡോക്യുമെന്റ്, സ്പെഷ്യൽ മാരേജ്, ആധാരം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നിരവധി ആളുകളാണ് ഷൊർണൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെത്തുന്നത്. പുതിയ കെട്ടിടം വേഗത്തിൽ യാഥാർത്ഥ്യമാക്കി ജനങ്ങളും ജീവനക്കാരും നേരിടുന്ന ദുരിതത്തിന് പരിഹാരം വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഷൊർണൂർ. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കാക്കനാട്ടെ ജലവിതരണ സംവിധാനങ്ങൾക്ക്. ആക്രിപ്പരുവത്തിലായ ഹാസ്പിറ്റോസ് പൈപ്പുകളാണ് ജലവിതരണ സംവിധാനത്തിനായി ഇപ്പോഴും ഇവർ ഉപയോഗിക്കുന്നത്. ഇടയ്ക്കിടെ പൈപ്പ് പൊട്ടലും അതുമൂലമുണ്ടാകുന്ന ജലക്ഷാമവും ആളുകളെ ദുരിതത്തിലാക്കുന്നു. കാക്കനാടിന്റെ കുടിവെള്ളക്ഷാമത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. പകുതിയിലധികം പ്രദേശത്തും ജലവിതരണത്തിന് ഉപയോഗിക്കുന്നത് ആസ്പെറ്റോസ് പൈപ്പുകളാണ്. ഇടയ്ക്കിടെ മർദ്ദം കൂട്ടി പമ്പ് ചെയ്യുമ്പോൾ പൈപ്പ് പൊട്ടും. അതോടെ പ്രദേശം കടുത്ത കുടിവെള്ളക്ഷാമത്തിലേക്ക് പോകും. ഈ ഇടയ്ക്ക് ഇപ്പുറത്തെ ഒരു സൈഡിൽ പൊട്ടിയായിരുന്നു. അത് ശരിയാക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെയും പൊട്ടിയേക്കുന്നത്. പ്രഷർ കൂടിയിട്ട് പൊട്ടിയെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അത് ഈ പൈപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നത്. ചിലപ്പോൾ പഴയതായതുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്നത്. പൈപ്പ് പൊട്ടുന്നതിന്റെ സാഹചര്യത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. അത് 2-3 ദിവസത്തേക്ക് വെള്ളം ഉണ്ടായില്ല. അത് കഴിയുമ്പോൾ ഇപ്പോൾ ശരിയായിട്ടുണ്ടാവും. ജില്ലയുടെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ DI പൈപ്പ് ജലവിതരണം കാര്യക്ഷമമാക്കുമ്പോഴും കാക്കനാട്ടെ ഭൂരിഭാഗം പ്രദേശത്തേക്കും വെള്ളം എത്തിക്കുന്നത് ഇപ്പോഴും ആസ്പെറ്റോസ് പൈപ്പിലൂടെ തന്നെ. ചെറിയ മർദ്ദം പോലും താങ്ങാൻ പഴയ ആസ്പെറ്റോസ് പൈപ്പുകൾക്ക് കഴിയാത്തതാണ് നിരന്തരമുള്ള പൈപ്പ് പൊട്ടലിന് കാരണം. പൂർണ്ണമായി ആസ്പെറ്റോസ് പൈപ്പുകൾ മാറ്റി DI പൈപ്പ് സ്ഥാപിക്കാൻ 15 കോടി രൂപ വേണ്ടിവരുമെന്നാണ് ഏകദേശ കണക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലും പൈപ്പ് പൊട്ടി തൃക്കാക്കരയിലും ജലവിതരണം മുടങ്ങിയിരുന്നു. IT പാർക്കും ജില്ലാ ഭരണകേന്ദ്രവും കാക്കനാടിന് സ്വന്തമായുണ്ടെങ്കിലും ജലവിതരണ സംവിധാനത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1-2 പൈപ്പ് പൊട്ടിയാൽ തന്നെ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ളക്ഷാമത്തിലേക്ക് ആഴ്ത്താൻ കഴിവുള്ള തരത്തിലാണ് ഇപ്പോഴുള്ള സംവിധാനങ്ങൾ. ഈ സംവിധാനങ്ങൾ പരിഹരിക്കാൻ നാളുകളുടെ ആവശ്യം ഉന്നയിച്ചിട്ട് പോലും, നിരന്തര ആവശ്യം ഉന്നയിച്ചിട്ട് പോലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതി രൂക്ഷമാണ്. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.